സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിനോടനുബന്ധിച്ച് സഖ്യപർവ്വത മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പാമ്പനാർ പട്ടുമലയിലെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മൾ ഇന്നൊന്ന് പ്രാർത്ഥനാപൂർവം കാണുന്നത്. ഇന്ന് 2025 സെപ്റ്റംബർ 7 റോമിലെ വത്തിക്കാൻ സ്ക്വയറിൽ വെച്ച് ലയോ 14 പാപ്പ രണ്ടുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, കാർലോ അക്വിറ്റിസും പർവ്വതാരോഹകനായ പിയർ ജോർജിയോ ഫ്രസാറ്റിയും. കാർലോ അക്വിറ്റിസ് ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സോഷ്യൽ മീഡിയകളിലൂടെ ദൈവവചനം പ്രചരിപ്പിച്ച ഒരു വിശുദ്ധൻ, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ബാലൻ, 15-ാം വയസ്സിൽ മരിച്ച ഒരാൾ. ഒരു കാലത്തെ സോഷ്യൽ മീഡിയ ആയിരുന്നു ഈ നിർമ്മിതികൾ. ക്രിസ്ത്യൻ ആർട്ടിൻ്റെ പ്രത്യേകത അതാണ്. ആ ഒരു ബോധ്യത്തോടെയാണ് ഈ പള്ളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർട്ടുകളും ഒന്ന് കാണാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ വിജയപുരം രൂപതയുടെ പാമ്പനാർ ഇടവകയുടെ കീഴിൽ ഫ്രാൻസിസ്കൻ മിഷണറി ബ്രദേഴ്സ് പ്രവർത്തനം തുടങ്ങിയത് 1966 ആയിരുന്നു. 1979 ബ്രദർ ഹിപ്പോളിറ്റസ് അവിടെ സുപ്പീരിയറായി വന്നപ്പോൾ സെയിൻറ്റ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിരുന്ന ബ്രദർ സാൽവദോറിൻ്റെയും വിജയപുരം രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് കൊർണേലിയസ് ഇലഞ്ഞിക്കലിൻ്റെയും അനുമതിയോടെ മരിയൻ ഭക്തി പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഊർജിതമായി അവിടെ ശ്രമിച്ചു തുടങ്ങി. ബ്രദർ ഹിപ്പോളിറ്റസിൻ്റെ ശ്രമഫലമായി ആർക്കിടെക്റ്റായിരുന്ന ബ്രൈറ്റും ബ്രദേഴ്സും കൂടി നിർമ്മിച്ച ദേവാലയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1981 ഏപ്രിൽ 9 വേളാങ്കണ്ണിയിൽ നിന്നും കൊണ്ടുവന്ന മാതാവിൻ്റെ തിരുസ്വരൂപം വിജയപുരം രൂപതയുടെ കോട്ടയത്തുള്ള അരമന ചാപ്പലിൽ വെച്ച് അഭിമന്യ പിതാവ് വെഞ്ചരിക്കുകയും പിന്നീട് കോട്ടയം തൊട്ട് പീരുമേട് വരെ 85 കിലോമീറ്റർ പ്രദക്ഷിണമായി വരികയും വഴിനീളെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരികയും ചെയ്ത രൂപം ഏപ്രിൽ 10 പിറ്റേ ദിവസം KK റോഡിലുള്ള ചാപ്പലിൽ ആണ് സ്ഥാപിച്ചത്. അന്നത്തെ വിജയപുരം രൂപതയുടെ വികാരി ജനറലായിരുന്ന മോൺസിഞ്ഞോർ പീറ്റർ തുരുത്തിക്കോണം പിതാവ്, പിന്നീട് പിതാവായി ഫാദർ ജോർജ് സാമ്പിക്കൽ വികാരിയുടെയും സുപ്പീരിയറായിരുന്ന ബ്രദർ ഹിപ്പോളിറ്റസിൻ്റെയും സാന്നിധ്യത്തിലാണ് തിരുസ്വരൂപ പ്രതിഷ്ഠ അന്ന് അവിടെ നടത്തിയത്. അന്ന് വൈകുന്നേരം അഭിമന്യ കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവ് പള്ളിയിൽ വന്ന് 5 മണിക്ക് പരിശുദ്ധ മാതാവിൻ്റെ നൊവേന തുടങ്ങി വയ്ക്കുകയും ചെയ്തു. 1986 ജനുവരി 21 പുതിയ പള്ളിക്കുള്ള അടിസ്ഥാന ശില ആശീർവദിച്ച് സ്ഥാപിച്ചത്. 1997 ഡിസംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിനത്തിൽ ഏറ്റവും ആഘോഷമായി പട്ടുമല കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഈ പള്ളി ആശീർവദിച്ചു. പ്രൊവിൻഷ്യലായിരുന്ന ബ്രദർ സാൽവദോറിൻ്റെയും സുപ്പീരിയറായിരുന്ന ബ്രദർ ബെന്നി ആപ്പാഞ്ചിറയുടെയും ഈ ഫൊറാനയിലും വിജയപുരം രൂപതയിലും ഒക്കെ ഉള്ള ഒട്ടുമുക്കാലും അച്ഛന്മാരുടെയും ബ്രദേഴ്സിൻ്റെയും ദൈവജനത്തിൻ്റെയും സാന്നിധ്യത്തിൽ അന്നത്തെ പിതാവായിരുന്ന ബിഷപ്പ് പീറ്റർ തുരുത്തിക്കോണം പിതാവാണ് ആശീർവാദം നിർവഹിച്ചത്. ബ്രദർ ഹിപ്പോളിറ്റസ് മരിച്ചപ്പോൾ ഭൗതിക ശരീരം ഈ ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണിത്. അന്ന് വിജയപുരം രൂപതയുടെ ഏക ഡീക്കനാണ് ബ്രദർ ഹിപ്പോളിറ്റസ്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി രൂപതാധ്യക്ഷൻ വരാൻ ശ്രമിച്ചു. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് പിതാവ് പട്ടുമലയിലെത്തിയപ്പോൾ രാത്രി 10:30 ഒരു 12:30 ആ സമൂഹ ദിവ്യബലി കഴിഞ്ഞപ്പോൾ പള്ളി നിറയെ ആളുകളും ഞങ്ങളൊരു 10-40 അച്ഛന്മാരും അന്ന് കോൺസലബ്രൻ്റായിരുന്നു. ഒരു ആചാര്യന് ഏറ്റവും അന്തസ്സായ ഒരു വിട നൽകൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് പട്ടുമലയിൽ തന്നെ ബ്രദർ ഹിപ്പോളിറ്റസിനെ സംസ്കരിക്കണമെന്നത്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല. ഏതായാലും അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ആദരാഞ്ജലിയാണ് ഈ നിർമ്മിതികൾ. ഇത് പട്ടുമലയിലെ ആരാധന ചാപ്പലാണ്. 1998 ഏപ്രിൽ 15 മുതൽ ഇവിടെ നിത്യാരാധനയുണ്ട്. ഒരു ജീവൻ്റെ വൃക്ഷമാണ് ഡിസൈൻ ചെയ്തത്. ബ്രദർ ഹിപ്പോളിറ്റസിൻ്റെ തന്നെ ഭാവനയായിരുന്നു ഇത്. ജീവൻ്റെ വൃക്ഷത്തിനകത്ത് ജീവൻ്റെ അപ്പം, ജീവനുള്ള അപ്പം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം, നിത്യാരാധന ഇവിടെ നടക്കുന്നു. വർഷത്തിലൊരിക്കൽ 40 മണി ആരാധന
മെയ് ദിനത്തോടനുബന്ധിച്ച് സമാപിക്കുന്ന വിധത്തിൽ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. ഏറ്റവും ശാന്തമായി സുന്ദരമായ ഈ ഒരു കാലാവസ്ഥയിൽ ദിവ്യകാരുണ്യനാഥനോടൊപ്പം ചിലവഴിക്കാൻ ഉതകുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു നിത്യാരാധന ചാപ്പൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എപ്പോഴും നമുക്കിവിടെ നേരാൻ സാധിക്കുന്നു. വേളാങ്കണ്ണിയിൽ നിന്നും കൊണ്ടുവന്ന പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപം ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് KK റോഡിൻ്റെ സൈഡിലുള്ള കപ്പേളയിലായിരുന്നു. അതിൻ്റെ രൂപമാണിപ്പോൾ നമ്മൾ കാണുന്നത്. അത് പുതുക്കി പണിതാണ്. ബ്രദർ സെബാസ്റ്റ്യൻ കൊച്ചുകുന്നേൽ സുപ്പീരിയറായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമഫലമായിട്ടാണ് അത് പുതുക്കി പണിതത്. വിജയവരം രൂപതാധ്യക്ഷൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേൽ പിതാവാണത് ആശീർവദിച്ചത്. അവിടെ ഉണ്ടായിരുന്ന പഴയ കപ്പേള ഇതിനോട് ചേർന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് പുറകെ വലിയൊരു ചൂളമരമൊക്കെ ആയിട്ട് ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. പക്ഷേ റോഡിൻ്റെ അലൈൻമെൻറ്റൊക്കെ മാറിയപ്പം ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് ആക്സസ് കിട്ടുന്ന വിധത്തിൽ ചെയ്തതാണ്. റോഡിൻ്റെ വീതി കൂടുമ്പോൾ പഴയ കപ്പേള അവിടെ നിലനിർത്താനും സാധിക്കില്ലായിരുന്നു. ഇവിടെ നിന്ന് ആ തിരുസ്വരൂപം ഇപ്പോൾ പള്ളിക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒറിജിനലായിട്ട് കൊണ്ടുവന്ന മാതാവിൻ്റെ തിരുസ്വരൂപം പള്ളിക്കകത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പട്ടുമല തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റിൻ്റെയും മറ്റും പഴയകാല ഫോട്ടോസാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 31-ാം തീയതിയാണ് അവിടെ കൊടിയേറ്റുന്നത്. കൊടി വെഞ്ചരിക്കുന്നത് പഴയ ചാപ്പലിൽ വെച്ചാണ്. പ്രദക്ഷിണമായി വരുന്നു. വികാരിയച്ഛൻ അത് വെഞ്ചരിക്കും. പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരിക്കും കൊടിയേറ്റുന്നത്. 8-ാം തീയതിയാണ് സമാപനം. നാളെയാണ് പട്ടുമലയിലെ പ്രധാനപ്പെട്ട തിരുനാൾ. നാനാജാതി മതസ്ഥരായ ഒരുപാട് മനുഷ്യർ കൂടുന്ന വലിയ ആഘോഷമാണ് പട്ടുമലയിലെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ, വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുനാൾ. ഫ്രാൻസിസ്കൻ മിഷണറി ബ്രദേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ ബ്രദർ ഡെന്നീസ് തെക്കേപ്പറമ്പിലാണ് സുപ്പീരിയർ ബ്രദർ സേവിയർ ജോസഫ്. ഇത് അവിടെ ഉണ്ടായിരുന്ന കുരിശ് നവീകരിച്ച ഗ്രോട്ടോയാണ്. അന്നത്തെ സുപ്പീരിയറായിരുന്ന ബ്രദർ വിൽസൻ്റെയും അഡ്മിനിസ്ട്രേറ്ററായിരുന്ന സേവിയറിൻ്റെയും സമഫലമായിട്ടാണ് നവീകരിച്ചത്. അന്ന് പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന ബ്രദർ അലോഷ്യസാണ്. അത് വെഞ്ചരിച്ചത് അന്നത്തെ വികാരി ജനറലായിരുന്ന ഇന്നത്തെ സഹായമെത്താൻ ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ. ഈ ഗ്രോട്ടോയുടെയും പുതിയ കപ്പേളയുടെയും നിർമ്മിതി നടക്കുമ്പോൾ പാമ്പനാർ പള്ളിയുടെ വികാരിയായി സേവനം ചെയ്യുക എന്നൊരു ഭാഗ്യം എനിക്കും തമ്പുരാൻ അനുവദിച്ചു തന്നിരുന്നു. ഇങ്ങനെ കയറി ആ കുരിശിൻ്റെ അടുത്തെത്താം. ഈ സൈഡിൽ കൂടെ കയറി മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനെ ആദരവ് അർപ്പിക്കാവുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഗ്രോട്ടോയിൽ ഇങ്ങനെ കയറി ചെന്ന് പരിശുദ്ധ അമ്മയെ തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനം, ജനന തിരുനാൾ ദിനം, പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ മധ്യസ്ഥവും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രമേ എന്ന് ഓരോരുത്തർക്കും വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.